ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. എന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. പിന്നെ നമ്മുടെ നിഷുക്കുട്ടന് നല്ല പനിയാട്ടോ. ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ഭൂരിയും പിന്നെ ഇവിടെ പഴം എന്നും പീങ്ങൂട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ കട്ടൻ ചായ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് തന്നെ പൂരി കിട്ടിയപ്പോൾ പിന്നെ നിഷുവിനെ രാവിലെ എണീപ്പിക്കുക കേട്ടോ. അവന് നല്ല പനിയായിരുന്നു. അതാ ഞാൻ അവന് 2 പൂരി എടുത്തിട്ടുണ്ട്. ബീഫൊന്നും എടുത്തില്ല കേട്ടോ, പനിയല്ലേ എന്ന് കരുതിയിട്ട്. കഴിഞ്ഞ് പിന്നെ ഞാൻ അവന് ആവി പിടിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവന് ആവി നേരാവണ്ണം പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അവന് വീഡിയോ എടുക്കുന്ന അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോ എടുക്കൽ നിർത്തിയിട്ട് പിന്നെ ഞാൻ അവന് നല്ല രീതിയിൽ തന്നെ ആവിയൊക്കെ പിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പം മരുന്നും അവൻ വാങ്ങിക്കാം, വീഡിയോ കഴിഞ്ഞിട്ട് മരുന്ന് കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നിഷുവിൻ്റെ മുന്നിൽ ഫസ്റ്റ് പല്ല് പോയിട്ടുണ്ട് കേട്ടോ. അവന് 6.5 വയസ്സായി, അപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ചോറും പിന്നെ നമ്മുടെ കറുവത്ത് കറിയും പിന്നെ ഇതാ ഞാൻ ഇവിടെ പുറത്ത് പോയിട്ട് കുറച്ച് ചീനമുളകും നമ്മുടെ കോവയ്ക്കൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കോവക്ക പൊരിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ചിക്കനും പൊരിക്കുക കേട്ടോ ഉച്ചയ്ക്ക്. കഴിഞ്ഞ് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മൾ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനിവിടെ കോവക്ക എടുക്കുന്നുണ്ട് കേട്ടോ, നിഷുവിന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാ അവന് പിന്നെ ഇതാ വഴുതനയായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ ഉപ്പേരി. അപ്പോൾ ഇവിടെ വഴുതന നല്ല രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുത്തി ഉടച്ചെടുത്തിട്ടാട്ടോ ഉമ്മാക്ക് നല്ല രീതിയിൽ കുത്തി ഉടക്കണം. അപ്പോൾ അങ്ങനെയാണ് വഴുതന എടുക്കേണ്ടത്. പിന്നെ ഇതാ അവിടെ കോവക്ക വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കറിക്കുള്ളത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ മസാല പുരട്ടി വെച്ചു കേട്ടോ. പിന്നെ അത് പൊരിക്കുന്ന സമയത്ത് അടുപ്പത്ത് രാവിലെ പൂരി ചുട്ട തന്നെ ഉണ്ട് കേട്ടോ, എണ്ണ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്രൈ പാനിലാട്ടോ പൊരിക്കാറ്, അധികം എണ്ണ ഒന്നും ഉപയോഗിക്കാതെ. ഇത് വഴുതനങ്ങ തൂമ്പിക്കാനുള്ളതാട്ടോ നമ്മുടെ ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വഴുതന ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ വഴുതന കുക്കറിൽ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിഷുവിന് കഞ്ഞി കൊടുക്കാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ നമ്മുടെ ഉള്ളി മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് കോവയ്ക്കൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ചിക്കൻ അടുപ്പത്താണ് വേവിച്ചെടുക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പനിയായാലും പിന്നെ അധികമൊന്നും കഴിച്ചാൽ പോവില്ല അല്ലേ. നിഷുവിനും തന്നെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നൊന്നുമില്ല. എന്നാലും ഞാൻ നല്ല രീതിയിൽ മരുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചെങ്കിലും കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അവനെ നല്ല രീതിയിൽ നിർബന്ധിച്ചിട്ട് ഞാൻ കൊടുത്തു നോക്കുക കേട്ടോ. കഞ്ഞിയും ഒക്കെ കൊടുത്തു നോക്കുകയാണ്. 2 ദിവസമായി സ്കൂളിലേക്കൊക്കെ പോയിട്ട്. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു പനി. അതിന് മുമ്പ് വേറെ കാര്യങ്ങളോ ജലദോഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല. അത് നമ്മുടെ വഴുതന വേവിച്ച വഴുതന ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ നല്ല രീതിയിൽ കുഴച്ച് കുത്തി ഉടച്ചെടുക്കും വീട്ടിൽ വഴുതന. അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് രാവിലെ പൂരി പൊരിച്ച എണ്ണയിൽ ആദ്യം പപ്പടം പൊരിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മുടെ ചിക്കന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ കോൺഫ്ലവറൊക്കെ ഇട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ പുറത്ത് കറുവത്ത് നമുക്ക് കറിയും വെച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ അതൊന്ന് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പണി. അപ്പോൾ ഏകദേശം 9 മണി 9:30 ആയിട്ടുണ്ട്. ഞാൻ ചിക്കനും പൊരിച്ചെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിഷുവിനെ പോയി അവന് കോവക്ക പൊരിച്ചത് ഇഷ്ടമാണ്. അത് ഒരു കഷ്ണം ചിക്കൻ പീസൊക്കെ എടുത്ത് കഞ്ഞിയൊക്കെ കൊടുത്തത് കഴിഞ്ഞ് പിന്നെ അവനവിടെ കിടക്കുക കേട്ടോ. നല്ല പനി വന്നെങ്കിൽ തന്നെ അവൻ കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ അവന് കുറച്ച് വെച്ചെങ്കിൽ അവന് എണീറ്റ് പായും. ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ച് കിടത്തുകയും ചെയ്തു കേട്ടോ. വൈകുന്നേരത്തിന് പിന്നെ നമ്മളെ നെയ്പ്പത്തിലും ചിക്കൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാട്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അത് രാവിലെ ചിക്കൻ പൊരിച്ചതിൻ്റെ എണ്ണ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ ഇവിടെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടെ വാട്ടിയെടുക്കുകയാണ്. ഇത് ദോശമാവ് ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. അത് അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് ദോശയ്ക്ക് പിറ്റേന്നൊക്കെയുള്ള. നമ്മളെ നെയ്പ്പത്തലിന് പുട്ടുപൊടി വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട്. ഇത് വൈകുന്നേരം ഉണ്ടാക്കിയിരുന്ന ചിക്കനും ബീഫും കേട്ടോ. അപ്പോൾ അതും അവിടെ ബാക്കി വന്നത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ തേങ്ങാപ്പാലും പിന്നെ മല്ലിച്ചപ്പൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്ന കറിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിച്ചപ്പ് ഇട്ടെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ മല്ലിച്ചപ്പ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പിന്നെ നമ്മളെ കിഴങ്ങും മസാലകളൊക്കെ ഇട്ട് ഒന്ന് അങ്ങോട്ട് ആ മസാലേൻ്റെ മൂപ്പിച്ച മണം പോകാൻ വേണ്ടിയിട്ട്
മൂത്ത മണം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മണമൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ അതവിടെ പിന്നെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഒന്നിങ്ങോട്ട് വെന്ത് കിട്ടുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ തിളക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ സാധാ പൊടികൾ തന്നെ വെച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ തന്നെയാട്ടോ ചേർത്തും കൊടുക്കുന്നത്. വേറെ അഡീഷണലായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞതാണ് നമ്മൾ രണ്ടാം പാലൊക്കെ ഒഴിച്ച് ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാനേ ഉള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നിർത്തി വയ്ക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇതാ ഞാൻ ഇവിടെ ഒന്നാം പാൽ നമ്മുടെ കറിയുടെ പുക ഫോണിലേക്കൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വീണ്ടും പറയാം, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഇതാ നെയ്പത്തലൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അപ്പോൾ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കി. ഞങ്ങൾ മിക്കവാറും ഉച്ചക്കത്തെ ഫുഡല്ല കേട്ടോ വൈകുന്നേരം കഴിക്കുക. വൈകുന്നേരം ചോറ് കഴിക്കൽ കുറവാണ്. ഒന്നുമില്ലെങ്കിൽ വൈകുന്നേരം ചോറ് കഴിക്കുള്ളൂ. ഇതാ ഞാൻ രാത്രി നെയ്പത്തലും അതിലേക്ക് ബീഫൊക്കെ എടുത്തിട്ടുണ്ട്, ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ.